ഇതാണ്ട് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ മാപ്പിളയാണെങ്കിൽ ഫുള്ള് എന്താ പറയാനാ അഡ്വൈസ് ഒക്കെ കൊടുക്കുകയാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ. യെസ്, അങ്ങനെ ബാനറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് രണ്ട് ടീമിനും സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മാപ്പ് തരിക. കാരണം നമ്മുടെ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ കണ്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. അതായത് പ്ലേയിങ് ഫുട്ബോൾ വിത്തൗട്ട് ഫുട്ബോൾ നോളേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരെ ഞാനൊന്ന് ജോയ്സ്റ്റിക്ക് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ആൻഡ് രണ്ട് സൈഡിലുള്ള സപ്പോർട്ടേഴ്സും ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. സോ എനിവേ നമ്മളിന്ന് ഓക്കെ എടാ ഇപ്പം ഞാൻ എങ്ങനെയാണോ പറയുക, ക്രിക്കറ്റ് ആണെങ്കിൽ 6-4 എന്ന് പറയാം. പക്ഷേ ഇതെങ്ങനെ പോകും? പാസ് കൊടുത്തു, വീണ്ടും പാസ്. ഇതെന്താ വില്യം സലീബ താരത്? ഓക്കെ, അഗൈൻ താണ്ട് ചാടി പറക്കുന്നു. ഇവിടെ മാപ്പിള, ഇവിടെ മാപ്പിളയല്ല, ഇതിൻ്റെ പേരെന്താ? ഉസ്മാൻ്റെ അടുത്ത് കൊടുത്തു. ഇവിടെ എന്താ? കൈലൻ എംബാപ്പെ. കൈലി എംബാപ്പയോ? ഞങ്ങൾ പുള്ളിക്കാരനെ മാപ്പിള എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പെഡ്രി ബോളുമായിട്ട് ഓടുന്നു. ആൻഡ് വീണ്ടും ഇതാരാ? ഏഡ്രിയൻ റാബിട്ടോ. എന്തൊരു പേരാ ഇതൊക്കെ. ഓക്കെ, അഗൈൻ പാസ് കൊടുത്തു. നോ ഗോൾ ഇടുവോ? ഗോൾ ഇടത്തില്ല, എനിക്കറിയാം ഗോൾ ഇടത്തില്ല. പൊന്നു മോനെ, അടുത്ത് വന്ന് മിസ്സാക്കിയതാണ് സ്പെയിൻ. അതിന് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ അടുത്തുള്ള ആർക്കെങ്കിലും മൈക്ക് ടൈസനെ കൊണ്ടുപോയി ഇതിനകത്ത്. ഓക്കെ നമ്മളിങ്ങനെ കളിക്കാൻ തുടങ്ങാം. ഹിയർ വി ഗോ. നോ, ദാറ്റ്സ് എ ഗോൾ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇവരുടെ ലക്ക് എങ്ങനെയാണെന്നല്ലേ. ഷൂ ഓക്കെ, കറക്റ്റ് പോസ്റ്റേ കൊണ്ടുപോയി വീണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, വീണ്ടും ലോങ് പാസ്. ബെസ്റ്റ്. അല്ല നോ. വാ മാപ്പിളയുടെ അടുത്താണ് ഇപ്പോൾ ബോൾ. ഓഹോ, പുള്ളിക്കാരൻ വിചാരിച്ച മുമ്പിലോട്ട് എടുത്തോണ്ട് പോകണ്ടായിരുന്നു. മാപ്പിള ഇവിടെ, മാപ്പിള ഒരു 6 അല്ല. അയ്യോ ഷേറ്റ് ഗൈസ്, നോക്കൂ, ഗോളല്ലായിരുന്നു. ഇത് റോഡ്രിയോ. ഇവന്മാരുടെ ഈ പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ മറക്കാതെ പറയുന്നത്? നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര സത്യം പറയാലോ. ഗോൾ അല്ല, വീണ്ടും മാപ്പിള മിസ് ചെയ്തു. മാപ്പിളെ എന്ത് മാപ്പിള? ഇതെന്താ? മൈക്ക് ടൈസൺ ഓടുന്നു. അല്ല മൈക്കിൾ. സത്യം ഈ പേര് ഞാൻ വായിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ മാച്ച് കംപ്ലീറ്റ്ലി കഴിയുമെന്നാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു ഷോർട്ട് പാസ് ആയിട്ട് തുടങ്ങാം. അല്ല വേണ്ട, ലോങ് പാസ്. ഇവിടെ അഗൈൻ. അവൻ്റെ മുടി കണ്ടോ? ആ പ്ലെയറുടെ മുടി കണ്ടോ? ആ മുടി എങ്ങനെയായിരുന്നു? ഓക്കെ ബ്രോ എടുത്തോണ്ടോ അടിക്കാം. ഓ ഷിറ്റ്, മാപ്പിളെ. ഓക്കെ, വീണ്ടും ഒരു സൈഡ് പോയിരിക്കുകയാണ്. സ്പെയിൻ്റെ അടുത്താണ് ഇപ്പോൾ ബോൾ വരുന്നത്. വരൂ പെട്ടെന്ന് വരൂ. ഓക്കെ, വരൂ, എടുക്കൂ. എടുത്തില്ല. ഇതെന്താ? അഗെയിൻ ബ്രോ ഓട് ബ്രോ. ഓക്കെ, നമുക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി പാട്ടൊക്കെ നമ്മൾ പാടിയിരിക്കുക. കാരണം ഇതിനെ കുറച്ച് ഒന്നും അറിയത്തില്ല. ഫൗളാണോ? അല്ല, ഗ്യാവി അല്ലേ ആ പേര് എനിക്കറിയാം കേട്ടോ. നോ മൈക്ക് ടൈസൺ നോ. ആൻഡ് ഇവിടെ ഫെറാറോ റോഷി സംതിങ്. ഓക്കെ, ഇതെന്താ? ഫെറാറോ റോഷറോ? മറ്റേ ചോക്ലേറ്റിൻ്റെ പേരൊക്കെ വെച്ചിട്ട് വന്നിരിക്കുക. ஞாபகம் ஓடுதே மனமேங்குதே താരാട്ട് പാരാട്ട് മനമെങ്കോ പോകുത്. അടിക്ക്. ஞாபகம் അല്ലേ? ഷേ, ഞാൻ പാട്ടൊക്കെ പാടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അടിച്ചോ. ஞாபகம் ഓടുതേ മണമേകുതേ. നമ്മുടെ ആദ്യത്തെ ഗോൾ ബൈ ഫ്രാൻസ്. ആദ്യത്തെ ഗോളാണ്. ഭയങ്കര സെലിബ്രേഷനാണ്. നമ്മുടെ മാപ്പിളയൊക്കെ വന്ന് ഭയങ്കര സെലിബ്രേഷൻ ചെയ്യുന്നു. ഈ ഒരു ടീമിൽ എനിക്ക് അറിയാവുന്ന ഒരു പേരെന്ന് പറയുകയാണെങ്കിൽ അത് എംബാപ്പയാണ്. ആൻഡ് സ്പെയിനിൽ അറിയാവുന്ന ഒരു പേരാണെങ്കിൽ അത് എന്താ? ലക്ഷ്മി അമ്മാൾ. പുള്ളിക്കാരുടെ കുഴപ്പമില്ല ഗൈസ്. അടുത്ത വേൾഡ് കപ്പ് വരുന്നതിന് മുമ്പ് ഫുട്ബോളിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ച് തീർക്കുന്നതായിരിക്കും, മനസ്സിലായ? ലെറ്റ്സ് ഗോ. അടിച്ചു. നോ. എടുത്ത്. ഇതാരാ? നമുക്ക് സ്കില്ല് കാണിക്കാം. ഓഫ് സൈഡ് വിളിച്ചു റെഫറി ആണെങ്കിൽ. സോ ഗൈസ് നോക്കൂ, ഇറ്റ്സ് ലിറ്ററലി
അതായത് അല്ല ഫുൾ ടൈം കഴിഞ്ഞു. ഈ ഒരു പുള്ളിക്കാരനെയാണ് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മോ എന്തൊരു മുടിയാണോ പുള്ളിക്കാരൻ്റെ, ശരിക്കും അങ്ങനെയാണോ പുള്ളിക്കാരൻ? ഓക്കെ, ഇവിടെ കാണാം 51 passes, 53 passes. വി ആർ ജസ്റ്റ് ക്ലോസ് ബ്രോ. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് പോവാം. ഇതാ വരുന്നു നമ്മുടെ ലക്ഷ്മി അമാൽ ആൻഡ് ടീം, ആൻഡ് ഒരു സൈഡ് നമ്മുടെ മാപ്പിള ആൻഡ് ടീം. ഓക്കെ, നമുക്ക് കളിക്കാം. റോഡ്രി ഫെറാറൻ ഓടുന്നു. ഓ ഷിറ്റ് ഗൈസ്, നോക്കൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഷോർട്ട് പാസ് ചെയ്യാം. നോ, അഗെയിൻ മിസ്ഡ് ഗൈസ്, അഗെയിൻ മിസ് ചെയ്തു. എന്തൊരു കഷ്ടല്ലേ. അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ചിരി അവർ ലമീൻ അമാൽ. നോ, ഓ യെല്ലോ കാർഡാണോ കിട്ടുന്നേ? ഓ ഷിറ്റ്. സാറേ, മറ്റേ റെഫറി മറ്റേ ഈ പുള്ളിക്കാരൻ എന്താ മറ്റേ ലക്ഷ്മി അമ്മാളിനോട് ഞാൻ സോറി ചോദിച്ചെന്ന് പറയണേ. ഓക്കെ, എനിവേ ഓക്കെ, സോ എടുത്തോണ്ട് പോയി. ഇതാരാ, നിക്കോ വില്യംസ് ആണോ അല്ലേ? അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ഓക്കെ, ഓടു ഗൈസ്. 80 മിനിറ്റ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ. ഇതിനകത്ത് എക്സ്ട്രാ ടൈം ഒന്നുമില്ല, നമ്മൾ കൊടുത്തിട്ടില്ല, പെനാൾട്ടിയും കൊടുത്തിട്ടില്ല. എങ്ങനെ പോയാലും നമ്മൾ ഈ മാച്ച് ജയിക്കണം. ആൻഡ് ഇന്ന് രാത്രി ഉറപ്പായിട്ട് ഫ്രാൻസ് ജയിക്കുന്നതായിരിക്കും. ആൻഡ് ലമീൻ അമാൽ ഇവിടെ നല്ലൊരു ചാട്ടപ്പ്. ഇവിടെ ഓടുന്നു. ഇതെന്താ, മാർക്കോസ് എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ ഓടുന്നു ഇവിടെ. ആൻഡ് ഇവിടെ നല്ലൊരു ഡിഫൻസ് ആണ്. എനിക്ക് അറിയത്തില്ല ബ്രോ, ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഐ പ്ലേയിങ്. ഇതൊരു ഗോളാണോ ഇത്? ഞാൻ അടിച്ചപ്പോ ആരും സെലിബ്രേറ്റ് ചെയ്യാൻ വന്നില്ല. ഇവരെന്താ ഇത്? ഈ സ്പെയിൻ അടിച്ചപ്പോ മാത്രം എൻ്റെ അമ്മ സെലിബ്രേഷൻ കണ്ടോ നിങ്ങള്? ഇനി ഈ ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിച്ചാൽ എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യുക എല്ലാവരും? എൻ്റെ അമ്മോ, ഫാൻസ് എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഫൈനലി ഈക്വൽ ആക്കിയിരിക്കുകയാണ്. ഈ അകത്ത് മാനേജറൊക്കെ ഓടി വന്നെന്ന് തോന്നുന്നു ഗ്രൗണ്ടിനകത്തില്ലേ. ഓക്കെ, എന്താ ഇത്? എൻ്റെ അമ്മോ ബ്രദർ, ബ്രോ ഈസി പീസി ഗോൾ ബ്രോ. ഗോൾ കീപ്പർ എന്ത് ചെയ്യുകയായിരുന്നു ബ്രദർ? അങ്ങനെ ഫൈനലി ഫുൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എന്താ പറയാനാ, ഒരു ഈക്വൽ ആയിട്ട് പോയി മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയണ്ട, ഈസിയായ ഗോളായിരുന്നു അവസാന മിനിറ്റിൽ, ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കായിരുന്നു. ബട്ട് എനിവേ നമ്മൾ മാച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്